പാരാശക്തി കൊള്ളായിരുന്നു. സോ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് സുധാ കൊങ്കർ എന്ന ഡയറക്ടറിനാണ്. ഈ ഒരു വർഷത്തെ ആദ്യത്തെ നല്ലൊരു സിനിമ സമ്മാനിച്ചതിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയത്. ആ ഒരു ഇമോഷണൽ കണക്ഷനോ ഡെപ്ത് ഒന്നും പ്രത്യേകിച്ച് കുറെ സീൻസിലും ഇതിലെ ക്യാരക്ടേഴ്സിനോടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവർ കുറെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടായില്ല. പക്ഷെ ഈ സിനിമയുടെ ഇന്റർവൽ പോർഷൻ ഭയങ്കര രോമാഞ്ചം തരുന്നൊരു സംഭവം ആയതുകൊണ്ട് അപ്പൊ കുറച്ച് ഉഷാറായി. അങ്ങനെ അതേപോലെ കുറെ അടിപൊളി ഉഷാറ് തരുന്ന കുറെ സീൻസ് ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈയടിച്ച് പോകുന്ന കുറെ മൊമെന്റുകൾ ഉണ്ട് സിനിമയിൽ. അതൊക്കെയാണ് നമുക്ക് ഊർജ്ജം തരുന്നത്. ഇപ്പൊ ഇന്റർവെൽ പോർഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ സിനിമ കമേഴ്ഷ്യൽ എലമെന്റ്സിലോട്ട് വീഴുന്നുണ്ട്. അപ്പൊ വീണ്ടും പണം ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് സിനിമയിൽ ഏറ്റവും ആദ്യം പോരായ്മ തോന്നുന്ന സംഭവമാണ് ഇതിന്റെ കമേഴ്ഷ്യൽ എലമെന്റ്സ്. നല്ല രീതിയിൽ കമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പ്രണയം, കുറെ പാട്ടുകൾ, അണ്ണൻ സ്നേഹം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഡെപ്തോ ക്യാരക്ടേഴ്സിനോടൊന്നും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടായി. അത് റൈറ്റിങ്ങിന്റെ കുറെ ഇഷ്യൂസ് ആണ്. അത് കുറെ സീൻസ് ഒക്കെ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യാത്ത പോലെ. പക്ഷെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഫസ്റ്റ് ഹാഫിന് ക്ഷീണം മാറ്റുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് മോസ്റ്റ്ലി അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു പറയേണ്ട കഥ അവർ നറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റഡ് ബൈ സുധാ കൊങ്കര, റിട്ടൺ ബൈ സുധാ കൊങ്കര, അർജുൻ നദേശൻ ആൻഡ് ഗണേഷ. സുധാ കൊങ്കര വീണ്ടും പറയുകയാണെങ്കിൽ ഇരുത് സ്വെറ്റർ, സ്വെറ റിപ്പോർട്ടർ എന്ന രണ്ട് ഗംഭീര സിനിമകളുടെ ഡയറക്ടറാണ്. വീണ്ടും ഒരു ഗംഭീര ഡയറക്ടറാണ് ഈ ഒരു സിനിമയിലൂടെ തെളിച്ചിരിക്കുകയാണ്. അവർ പറയാൻ ഉദ്ദേശിച്ച സംഭവം നല്ല കൃത്യമായിട്ട് വളരെ ഭംഗിയോടെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ അവർ കൺവേ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പാരാശക്തി കൊള്ളായിരുന്നു. സോ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് സുധാ കൊങ്കർ എന്ന ഡയറക്ടറിനാണ്. ഈ ഒരു വർഷത്തെ ആദ്യത്തെ നല്ലൊരു സിനിമ സമ്മാനിച്ചതിന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ട് തോന്നിയത്. ആ ഒരു ഇമോഷണൽ കണക്ഷനോ ഡെപ്ത് ഒന്നും പ്രത്യേകിച്ച് കുറെ സീൻസിലും ഇതിലെ ക്യാരക്ടേഴ്സിനോടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവർ കുറെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടായില്ല. പക്ഷെ ഈ സിനിമയുടെ ഇന്റർവൽ പോർഷൻ ഭയങ്കര രോമാഞ്ചം തരുന്നൊരു സംഭവം ആയതുകൊണ്ട് അപ്പൊ കുറച്ച് ഉഷാറായി. അങ്ങനെ അതേപോലെ കുറെ അടിപൊളി ഉഷാറ് തരുന്ന കുറെ സീൻസ് ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈയടിച്ച് പോകുന്ന കുറെ മൊമെന്റുകൾ ഉണ്ട് സിനിമയിൽ. അതൊക്കെയാണ് നമുക്ക് ഊർജ്ജം തരുന്നത്. ഇപ്പൊ ഇന്റർവെൽ പോർഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ സിനിമ കമേഴ്ഷ്യൽ എലമെന്റ്സിലോട്ട് വീഴുന്നുണ്ട്. അപ്പൊ വീണ്ടും പണം ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് സിനിമയിൽ ഏറ്റവും ആദ്യം പോരായ്മ തോന്നുന്ന സംഭവമാണ് ഇതിന്റെ കമേഴ്ഷ്യൽ എലമെന്റ്സ്. നല്ല രീതിയിൽ കമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പ്രണയം, കുറെ പാട്ടുകൾ, അണ്ണൻ സ്നേഹം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഡെപ്തോ ക്യാരക്ടേഴ്സിനോടൊന്നും പ്രത്യേകിച്ച് തോന്നുന്നുണ്ടായി. അത് റൈറ്റിങ്ങിന്റെ കുറെ ഇഷ്യൂസ് ആണ്. അത് കുറെ സീൻസ് ഒക്കെ ഒരു രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യാത്ത പോലെ. പക്ഷെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്